ഹായ്, സെല ഫ്രം ബ്രാൻഡ് ബാസ്ക്കറ്റ്. ഡിസൈനേഴ്സ്, നിങ്ങൾക്കിന്ന് അധികം ആരും പറഞ്ഞു തരാത്ത ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാം. ടൈപ്പോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ഡെക്കറേഷൻ ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷനും ഒരു ക്ലാരിറ്റിയോട് കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇന്നും പല ഡിസൈനേഴ്സും പല പോർട്ട്ഫോളിയോയിലും പല ക്രിയേറ്റീവിലും പോസ്റ്റേഴ്സിലും ഡിസൈൻസിലും എല്ലാം ചെയ്യുന്ന ഒരു മെത്തേഡ് കാണുന്നത് പല രീതിയിലുള്ള ട്രെൻഡായിട്ടുള്ള ഫോണ്ടുകൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയും പല സൈസിലും പല രീതിയിൽ പല വെയ്റ്റിലും ഉപയോഗിക്കുമ്പോൾ ഇത് ഓവറോൾ ഒരു ഭയങ്കര ഷൗട്ടിംഗ് ആയിട്ടാണ് കാണാറ്. ഒരു പക്ഷെ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇത് ഭയങ്കര ക്രിയേറ്റീവ് ആണെന്ന്, പക്ഷേ ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ടൈപ്പോഗ്രാഫി ഏതൊരു ബ്രാൻഡിൻ്റെയും ഒരു വോയിസ് ആണ്. അത് പ്രിന്റിലാണെങ്കിലും ഒരു സ്ക്രീനിലാണ്, എല്ലാം കൂടെ ഒരു ഭയങ്കര ഷൗട്ടിങ് ആൻഡ് കൺഫ്യൂസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പോകുമെന്നുള്ളത് മറക്കാതിരിക്കും. നിങ്ങൾ ഒരുപാട് ഫാൻസി ആയിട്ടുള്ള ഫോണ്ടുകൾ ഉപയോഗിക്കണം എന്നില്ല. നിങ്ങൾ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഫോണ്ട് ഉപയോഗിക്കുകയും അതിൻ്റെ ഡിഫറെൻറ്റ് സൈസും ഡിഫറെൻറ്റ് വെയ്റ്റും ഉപയോഗിക്കുകയാണെങ്കിൽ അതുമാത്രം. നിങ്ങളൊരു ജൂനിയർ ഡിസൈനർ ആണോ ഒരു മാസ്റ്റർ ആണോ? നിങ്ങളൊരു ട്രെൻഡ് ഫോണ്ടിലേക്ക് പോകുന്നതിന് മുൻപ് രണ്ട് കാര്യങ്ങൾ ആലോചിക്കുക. ടൈപ്പോഗ്രാഫി പെയറിംഗ് ദാറ്റ് ക്രിയേറ്റ് ഹൈറാർക്കി, ഗ്രിൽഡ് ബേസ്ഡ് ലേഔട്ട്, സപ്പോർട്ട് റീഡബിലിറ്റി. ഒരു ഫോണ്ട് കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് ആ ഫോണ്ടിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസും വെയ്റ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ധാരാളമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലയൻറ്റ് പേ ചെയ്യുന്നതും മാർക്കറ്റിൽ ആവശ്യമുള്ളതും ഒരു ക്ലാരിറ്റിയാണ്, നോട്ട് എ ക്ലറ്റർ. സോ ഡോണ്ട് ഇംപ്രസ് വിത്ത് ഫോണ്ട്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടൈപ്പോഗ്രാഫി.